Hi, good morning everybody. Today we want to discuss a new chapter from politics, our fifth chapter, how we govern our communities. How we govern our communities. How we govern our communities. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റീസിലൊക്കെ ഭരണം നടത്തുന്നത്? Okay. All of you listen your textbook. I think no need of more explanation to this topic. All of you listen very carefully, otherwise you have no idea about this topic. Am I right? Okay. Communities, both urban and rural, require public utilities such as water supply, electricity, roads, educational institutions and healthcare facilities. Okay. Communities, both urban and rural. അല്ലേ, കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അർബൻ ആണെങ്കിലും റൂറൽ ആണെങ്കിലും അല്ലേ, സിറ്റിയിലാണെങ്കിലും ഗ്രാമത്തിലാണെങ്കിലും ഇറ്റ് റിക്വയർ പബ്ലിക് യൂട്ടിലിറ്റീസ്, അല്ലെങ്കിൽ അവിടെ പബ്ലിക് യൂട്ടിലിറ്റി അല്ലെ പബ്ലിക് ഫെസിലിറ്റീസ് ആവശ്യമാണ്. സച്ചാസ് എന്തൊക്കെയാണ് പബ്ലിക് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ സപ്ലൈ, ഓക്കെ, ദെൻ ഇലക്ട്രിസിറ്റി, ഓക്കെ, ദെൻ റോഡ്, educational institutions, health facility, okay, these are included the public utility. Listen, here is water supply, electricity, roads, educational institutions and health care facilities. These are also called civic amenities. ഇതിനെയാണ് നമ്മൾ പൊതുവായിട്ട് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സിവിക് അമ്യൂണിറ്റീസ് ആണ്. ഓക്കെ, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് സിവിക് അമ്യൂണിറ്റീസ്. ഓക്കെ, ഹിയർ government provided some public utilities or civic amenities. What are included the civic amenities? Water supply, electricity, then roads, educational institutions and also here is health care. Okay, the responsibility of managing and controlling civic amenities lies with the government. അപ്പോൾ ആർക്കാണ് സിവിക് അമ്യൂണിറ്റീസിൻ്റെ റെസ്പോൺസിബിലിറ്റി മീൻസ് ഉത്തരവാദിത്വം ഉള്ളത് ഗവൺമെൻറ്റിനാണ്. റെസ്പോൺസിബിലിറ്റി മീൻസ് ഉത്തരവാദിത്വം. അപ്പോൾ ഈ സിവിക് അമ്യൂണിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവൺമെൻറ്റിലാണ്. ഓക്കെ, the people of every village, town and city elect representatives to govern their community. അതുകൊണ്ട് തന്നെ എല്ലാ ടൗണിലുള്ളവരും എല്ലാ വില്ലേജിലുള്ളവരും ഒക്കെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ റീസെൻ്റായിട്ട് ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്തതെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ പാരൻസൊക്കെ പറയണതും എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന്. ഓക്കെ, ലിസൺ, ദ പീപ്പിൾ ഓഫ് എവറി വില്ലേജ്, ടൗൺ ആൻഡ് സിറ്റി എലക്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ടു ഗവേൺ ദെയർ കമ്മ്യൂണിറ്റി. അല്ലേ, അവരുടെ കമ്മ്യൂണിറ്റി ഗവേൺ ചെയ്യുന്നതിന് വേണ്ടി റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നുണ്ട്. In other words, people themselves govern their community through their representatives. People govern themselves, അല്ലേ, സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, ഗവേൺ ചെയ്യുന്നുണ്ട് their community through their representatives. എന്തിലൂടെയാണ് അവർ ഇതാകുന്നത്? കമ്മ്യൂണിറ്റി ത്രൂ റെപ്രസെൻറ്റേറ്റീവ്സ്, അല്ലേ, ഈ റെപ്രസെൻറ്റേറ്റീവ്സിലെ അല്ലെ ഈ പ്രതിനിധികളിലൂടെയാണ് ഭരണം നടത്തുന്നത്. ദിസ് സിസ്റ്റം ഈസ് ദെയർഫോർ കാൾഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഈ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയണത്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. വാട്ട് ഈസ് ഇറ്റ്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഓക്കെ, ഇറ്റ് ഈസ് കാൾഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. In India, the local self-government body for a rural area is called the പഞ്ചായത്ത്. ഇന്ത്യയിലെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ നമ്മൾ എന്ത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? പഞ്ചായത്ത്, അല്ലേ? പഞ്ചായത്ത് അല്ലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അവിടെ ഭരണം നടത്തുന്നതാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആൻഡ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡി ഫോർ ആൻ അർബൻ ഏരിയ ഇസ് കാൾഡ് മുനിസിപ്പാലിറ്റി. റൂറലിലാണെങ്കിൽ പഞ്ചായത്ത്, അർബൻ ഏരിയയിൽ ടൗണിലാണെങ്കിൽ അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മുനിസിപ്പാലിറ്റി എന്നാണ്. ഓക്കെ, റൂറൽ ഏരിയയിലാണെങ്കിൽ പഞ്ചായത്തും അർബൻ ഏരിയയിലാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് കാൾഡ്? ദാറ്റ് ഈസ് മുനിസിപ്പാലിറ്റി. അപ്പം ഇനി ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലാണെങ്കിൽ പഞ്ചായത്താണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് അർബൻ ഏരിയയിലാണ്. ഓക്കെ, ദെൻ
അഡ്വാൻറ്റേജസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അല്ലെ മെറിറ്റ് എന്താണെന്നുള്ളത്. ലോക്കൽ പീപ്പിൾ ആൻഡ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ ഇൻ ദ ബെസ്റ്റ് പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ഓഫ് എനി വില്ലേജ് ഓർ ടൗൺ. ഓക്കെ, ലോക്കൽ പീപ്പിൾ ആൻഡ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ ഇൻ ദ ബെസ്റ്റ് പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ഓഫ് എനി വില്ലേജ് ഓർ ടൗൺ. അല്ലെങ്കിൽ അവർക്ക് സോ പ്രോബ്ലംസ് ആർ നോട്ട് നെഗ്ലക്റ്റഡ് ആൻഡ് പീപ്പിൾ ഹെൽപ്പ് ടു സോൾവ് ദം ക്വിക്ക്ലി ആസ് ഇറ്റ് ഫോർ ദെയർ ഓൺ ഗുഡ്. ഇനി ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ലോക്കൽ പീപ്പിൾ ആൻഡ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ ഇൻ ദ ബെസ്റ്റ് പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ഓഫ് എനി വില്ലേജ് ഓർ ടൗൺ. എന്തുകൊണ്ടാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു പഞ്ചായത്തിൽ ഒരുപാട് വാർഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കരുളായി പഞ്ചായത്തിലാണെങ്കിൽ അതിന് ഓരോ വാർഡിലും ഉള്ളവർ അല്ലേ, എത്ര വാർഡാണെന്നുള്ളത് അതിനനുസരിച്ചിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ വാർഡിലുള്ള ആളുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവ്സിന് നമ്മൾ ഒരു മെമ്പറെ സെലക്ട് ചെയ്യും, പഞ്ചായത്ത് മെമ്പർ അല്ലേ. ഓരോ വാർഡിലും ഓരോ മെമ്പർമാരുണ്ടാവും. ആ മെമ്പർമാരിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുപോലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള കാരണം, അവർക്കാണെങ്കിൽ ആ സറൗണ്ടിങ്സിലുള്ളവരുടെ ആളുകളെക്കുറിച്ചും അവരുടെ നീഡ്സ് എന്താണ്, ആവശ്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ പ്രോബ്ലംസ് ആർ നോട്ട് നെഗ്ലക്റ്റഡ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ ആരും തന്നെ അവോയ്ഡ് ചെയ്യില്ല. ആൻഡ് പീപ്പിൾ ഹെൽപ്പ് ടു സോൾവ് ദം ക്വിക്ക്ലി ആസ് ഇറ്റ് ഈസ് ഫോർ ദെയർ ഓൺ ഗുഡ്. അതുകൊണ്ട് തന്നെ പീപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ദെൻ the experience of dealing with the problem makes the local people self-reliant and responsible. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, the experience of dealing with the problem makes the local people self-reliant and responsible. അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിലൂടെ അല്ലേ, ആ ഒരു എക്സ്പീരിയൻസിലൂടെ സെൽഫ് റിലയബിൾ ആകുമ്പോൾ തന്നെ റെസ്പോൺസിബിൾ അല്ലെ, ഉത്തരവാദിത്ത ബോധം ഉണ്ടാവും, അവർക്ക് എന്താണ് സ്വയം പര്യാപ്തത നേടാനായിട്ട് സാധിക്കും. ദിസ് എനാബിൾ ദം ടു ആക്ട് റെസ്പോൺസിബിലിറ്റി ഡ്യൂറിങ് എമർജൻസീസ്. For example, during cyclone or flood, they can start rescue and relief work before help arrive from the state or central government. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയിക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പെട്ടെന്നൊരു സൈക്ലോൺ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇവിടെ പെട്ടെന്നൊരു കൊടുങ്കാറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണ്, ചുഴലിക്കാറ്റ് ഉണ്ടാവുകയാണ്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് റെസ്ക്യൂ ഹോം അല്ലെ, നമുക്ക് അറിയാം കഴിഞ്ഞൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഇവിടെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പുകൾ അല്ലേ, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അത് സ്റ്റേറ്റിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ അറിഞ്ഞ് അവരുടെ സഹായം എത്തുന്നതിന് മുൻപ് നമുക്ക് പെട്ടെന്ന് ഹെൽപ്പ് ലഭിക്കുന്നത് ആരിൽ നിന്നായിരിക്കും, സെൽഫ് ഗവൺമെൻറ്റിൽ നിന്നായിരിക്കും, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ദെൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് റെഡ്യൂസസ് ദ വർക്ക് ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ബൈ ടേക്കിംഗ് കെയർ ഓഫ് സിവിക് അമ്യൂണിറ്റീസ് അറ്റ് ദ ലോക്കൽ ലെവൽ. ലോക്കൽ ലെവലിൽ ഈ സിവിക് അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവരുടെ ജോലി എളുപ്പമാക്കി കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, സിവിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പബ്ലിക് യൂട്ടിലിറ്റിയാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യണത് എന്തൊക്കെയായിരുന്നു, വാട്ടർ, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് കെയർ, റോഡ്സ് എക്സെട്ര. ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ദ സിവിക് അമ്യൂണിറ്റീസ്. അപ്പോൾ ഈ സിവിക് അമ്യൂണിറ്റീസൊക്കെ അല്ലെങ്കിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഓരോരുത്തരും അവരുടെ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ അവരുടെ ഭാരം കുറഞ്ഞു കിട്ടും. Is it clear? But then we want to discuss about Panchayati Raj. So what is our next topic? Panchayati Raj. Okay. In ancient India, villagers managed their affairs through a body called Panchayat. In ancient India, villagers managed their affairs. അല്ലേ, വില്ലേജേഴ്സ് അവരുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ത്രൂ എ ബോഡി ദാറ്റ് ഈസ് കാൾഡ് പഞ്ചായത്ത്. അവരുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആ ഒരു ബോഡിക്കാണ് നമ്മൾ എന്ത് പറയണത്, പഞ്ചായത്ത് എന്ന് പറയുന്നത്. ദ ടേം പഞ്ചായത്ത് കംസ് ഫ്രം ദ വേർഡ് പഞ്ച് അല്ലേ. ഈ പഞ്ച് എന്നുള്ള വേർഡിൽ നിന്നാണ് പഞ്ചായത്ത് വന്നിട്ടുള്ളത്. which was used for the 5 village elders who settled dispute and took decisions. അല്ലേ, പഞ്ച് എന്നുള്ളതിൽ നിന്നാണ് പഞ്ചായത്ത് എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വില്ലേജേഴ്സ് തമ്മിൽ എന്തെങ്കിലും
ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനാണ് നമ്മൾ പഞ്ചായത്ത് കൂടുക. എന്താ ഇവിടെ ഒരു പഞ്ചായത്ത് കൂടുക എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് അല്ലേ. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സ്ഥലം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ പഞ്ചായത്ത് കൊണ്ട്. ടുഡേ ഓൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഫോർ റൂറൽ ഏരിയാസ് ആർ കാൾഡ് പഞ്ചായത്ത്. ഇന്ന് അത് എന്ത് പേരാണ്? ആദ്യകാലങ്ങളിൽ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി വില്ലേജ് എൽഡേഴ്സ് തമ്മിലല്ലേ, ഗ്രാമത്തിലുള്ള മുതിർന്ന ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ പഞ്ചായത്ത് കൂടിയിട്ട് അല്ലെങ്കിൽ അവരൊരു 4-5 പേര് കൂടി അതിന് തീരുമാനങ്ങളൊക്കെ കണ്ടെത്തുന്നതായിരുന്നു. പക്ഷേ ഇന്ന് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, റൂറൽ ഏരിയയിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ് പഞ്ചായത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേ ആർ ഫോംഡ് ആസ് പെർ ഫിക്സഡ് റൂൾസ്. അതിനെന്താണ്? ഫിക്സഡ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട് അല്ലേ, അതിൻ്റേതായ നിശ്ചിതമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. For ease of administration, the states in India are divided into district അല്ലേ. ഭരണത്തിന് വേണ്ടിയിട്ട് അതിന് ഓരോന്നിനായിട്ട് ഡിസ്ട്രിക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. The district are further divided into block. ഓരോ ഡിസ്ട്രിക്റ്റിനെയും പിന്നീട് എന്താണ്? ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസൺ, ഈച്ച് ഓഫ് വിച്ച് ഹാസ് എ നമ്പർ ഓഫ് വില്ലേജ് അണ്ടർ ഇറ്റ്. ആ ഓരോ ബ്ലോക്കിന് താഴെ ധാരാളം വില്ലേജസ് ഉണ്ടായിരിക്കും. പഞ്ചായത്ത് എക്സിസ്റ്റ് ഓൾ ഓഫ് ദീസ് 3 ലെവൽ. ഈ 3 എണ്ണത്തിലും എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഇത് പഞ്ചായത്ത്. ദിസ് സിസ്റ്റം ഓഫ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അറ്റ് 3 ലെവൽ ഈസ് കാൾഡ് പഞ്ചായത്തി രാജ്. അപ്പോൾ ഈ 3 ഇതിലും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? പഞ്ചായത്തി രാജ് എന്ന് പറയണത്. ഓക്കെ. ഇൻ ദിസ് സിസ്റ്റം എ വില്ലേജ് ഹാസ് ഗ്രാമപഞ്ചായത്ത്, എ ബ്ലോക്ക് ഹാസ് ബ്ലോക്ക് സമിതി ആൻഡ് എ ഡിസ്ട്രിക്ട് ഹാസ് ശിലാ പരിഷത്ത്. അപ്പോൾ ഇതിനെ 3 ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വില്ലേജിലാണെന്നുണ്ടെങ്കിൽ, വില്ലേജ് ആണെങ്കിൽ നമ്മൾ പറയും ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും, ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക് സമിതി എന്ന് പറയും, ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ശിലാ പരിഷത്ത്. അപ്പോൾ വാട്ട് ആർ ദ 3? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് സമിതി, അല്ലെങ്കിൽ എന്താണ് പഞ്ചായത്ത് സമിതി എന്ന് പറയും, അല്ലെങ്കിൽ ശിലാ പരിഷത്ത്. ഓക്കെ, ഡിസ്ട്രിക്റ്റ് ഹാസ് ശിലാ പരിഷത്ത്. ഈസ് ഇറ്റ് ക്ലിയർ? ദെൻ ഹൗ ആർ ദ പഞ്ചായത്ത് ഫോംഡ്? അപ്പോൾ പഞ്ചായത്ത് എന്താണെന്ന്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയറായി. പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇനി നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ഹൗ ആർ പഞ്ചായത്ത് ഫോംഡ്. The panchayat at the 3 levels are formed by members who are elected by the people. അല്ലേ, ജനങ്ങൾ സെലക്ട് ചെയ്ത്. ഇപ്പോൾ നമുക്കറിയാമോ, നമ്മൾ ഓരോരുത്തരും പഞ്ചായത്ത് മെമ്പറിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? അപ്പോൾ പീപ്പിള് വോട്ട് ചെയ്ത് അല്ലെ ഇലക്ഷനിലൂടെ എലക്ട് ചെയ്തിട്ടാണ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. The panchayat at the 3 level are formed by members who are elected by the people. For panchayat election, the area under the panchayat is divided into smaller areas called constituencies or ward. അല്ലേ, പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ട് ഓരോ ഏരിയനെയും എന്താണ് സ്മോളറായിട്ട് അല്ലേ, പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ട് പഞ്ചായത്തിന് എന്ത് ചെയ്യുന്നുണ്ടാവും? സ്മോളർ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ വാർഡ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയും അല്ലേ. ഓരോ നിയോജക മണ്ഡലം അല്ലെങ്കിൽ ഓരോ വാർഡ്, 1-ാം വാർഡ്, 2-ാം വാർഡ്, 3-ാം വാർഡ്, അങ്ങനെ ഓരോ വാർഡുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈച്ച് ഓഫ് ദീസ് എലക്ട് 1 റെപ്രസെൻറ്റേറ്റീവ്. അങ്ങനെ ഓരോ വാർഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ എലക്ട് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് പാർട്ടിയിലെ പല പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സുകൾ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഒരു റെപ്രസെൻറ്റേറ്റീവിനെയാണ് എലക്ട് ചെയ്യുന്നത്. അവരായിരിക്കും കൂടുതൽ വോട്ട് നേടി വിജയിച്ചിട്ടുണ്ടാവുക. The members are elected for a term of 5 years. 5 വർഷക്കാലത്തേക്കാണ് ഇവരെ എലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 5 വർഷത്തേക്കാണ് ഇവർ എലക്ട് ചെയ്തത്. സം സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ വിമൻ. ചില സീറ്റുകൾ എന്താണ്? സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അതിൽ തന്നെ പ്രത്യേകിച്ച് ആർക്കായിരിക്കും? സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കും. അതിൽ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. OBCക്ക് വേണ്ടിയിട്ടും SC/STക്ക് വേണ്ടിയിട്ടൊക്കെ റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ് അലൗഡ് ആണ്. ഓക്കെ. ദെൻ apart from elected members, local MLAs and MPs become members of the block samiti and Shila Parishad. Okay, apart from elected members, ഈ elected members-ന് പുറമെ ലോക്കൽ MLAs ആൻഡ് MPs become member of the block samiti and ശിലാ പരിഷത്ത് അല്ലേ. ലോക്കൽ MPs MLAs ഒക്കെ എന്താണ്? ശിലാ പരിഷത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് സമിതിയിലൊക്കെ മെമ്പറാവും. ഓൾസോ ഓൾ ദ ഹെഡ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് ഓഫ് എ ബ്ലോക്ക് ബിക്കം മെമ്പേഴ്സ് ഓഫ് ദ ബ്ലോക്ക് സമിതി. എന്താണ്? ഓൾ ദ ഹെഡ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് ഓഫ് എ ബ്ലോക്ക് ബിക്കം മെമ്പേഴ്സ് ഓഫ് ദ ബ്ലോക്ക് സമിതി. ഇനി എന്താണ്? ഓരോ ഗ്രാമപഞ്ചായത്തിലെ ഹെഡ് ബ്ലോക്ക് സമിതിയിലെ മെമ്പറായിരിക്കും. Similarly, all the head of the block samitis of a district become the members of the ശിലാ പരിഷത്ത്. അപ്പം എല്ലാ ഗ്രാമപഞ്ചായത്തിലെയും ഹെഡ്
ബ്ലോക്ക് സമിതിയിലെ മെമ്പറായിരിക്കും എന്ന് പറഞ്ഞു. ഇനി എല്ലാ ബ്ലോക്ക് സമിതിയിലെ മെമ്പർ ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ദ ശിലാപരിഷത്ത്. ദെൻ ദീസ് മെമ്പേഴ്സ് ആർ കാൾഡ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഇവരെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ആസ് ദേ ബിക്കം മെമ്പേഴ്സ് ബിക്കോസ് ഓഫ് ദ ഓഫീസ് പോസ്റ്റ് ദേ ഹോൾഡ്. അവരെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ ഹു ആർ ഇൻക്ലൂഡഡ് ദ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്? ഓക്കെ, അപ്പോൾ ഹിയർ വി ഡിസ്കസ്ഡ് ദ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ദെൻ the state government has a representative in all the panchayat. The state government has a representative in all the panchayat. എല്ലാ പഞ്ചായത്തിലും സ്റ്റേറ്റ് ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇറ്റ് അപ്പോയിൻറ്റ്സ് എ പഞ്ചായത്ത് സെക്രട്ടറി ടു ദ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിൽ എന്താണ്? ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ദ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഈസ് എ ഗവൺമെൻറ്റ്സ് റെപ്രസെൻറ്റേറ്റീവ് ഇൻ ദ ബ്ലോക്ക് സമിതി. ബ്ലോക്ക് റെപ്രസെൻറ്റേറ്റീവ് ഓർ ഹിയർ ഈസ് എ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, that is the government's representative in the block samiti. നമുക്കറിയാം എന്താണ്? ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് എ റെപ്രസെൻറ്റേറ്റീവ് ഇൻ ഓൾ ദ പഞ്ചായത്ത്. എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. അതാണ് നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് അപ്പോയിൻറ്റ്സ് എ പഞ്ചായത്ത് സെക്രട്ടറി ടു ദ ഗ്രാമപഞ്ചായത്ത്. ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ ആയിരിക്കും എന്താണ്? ഗവൺമെൻറ് ബ്ലോക്ക് സമിതിയിൽ BDO ഉണ്ടായിരിക്കും, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ. ദെൻ ആൻഡ് ഇൻ ദ ഓഫീസർ ഓഫ് റാങ്ക് ഓഫ് ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റർ അല്ലെ DM ഈസ് അപ്പോയിൻറ്റഡ് ടു ശിലാപരിഷത്ത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്കിലാണെങ്കിലും ശിലാപരിഷത്തിലാണെന്നുണ്ടെങ്കിലും എന്തുണ്ടാവുന്ന പറഞ്ഞിട്ടുള്ളത്? ഓരോ ഹെഡായിട്ടുള്ളവരുണ്ടാവുന്നു. ഇതേപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അവരവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊരു പോസ്റ്റാണ്. അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയാണ്, ബ്ലോക്കിലാണെങ്കിൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്, ഇനി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് ശിലാപരിഷത്തിലുള്ളത്. ദീസ് ഓഫീസേഴ്സ് എൻഷുർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ പഞ്ചായത്ത്. ഇവരാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത്. പ്രോപ്പർ ഫങ്ഷനിങ്, യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ 3 പേരായിരിക്കും. Then functions and sources of income of the panchayat. Then we want to discuss about function and sources of income. അല്ലേ, പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? ദെൻ സോഴ്സസ് ഓഫ് ഇൻകം, അവരുടെ വരുമാനം അല്ലേ, പഞ്ചായത്ത് ഇത്ര ഫണ്ട് വിനിയോഗിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ അത് എവിടെ നിന്നാണ് അവർക്ക് ഫണ്ട് ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഇൻകം, ദാറ്റ് വി വാണ്ട് ടു ഡിസ്കസ്. ഓക്കെ, ഹിയർ the panchayat mainly work in the areas of education, agriculture, animal welfare, water supply, roads, കോട്ടേജ് ഇൻഡസ്ട്രീസ് എക്സെട്ര. അപ്പോൾ മെയിനായിട്ട് അത് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ, ദെൻ അഗ്രികൾച്ചർ, ആനിമൽ വെൽഫെയർ ആൻഡ് ഓൾസോ വാട്ടർ സപ്ലൈ, റോഡ്സ്, കോട്ടേജ് ഇൻഡസ്ട്രി. You will learn more about their functions later in this chapter. ഓക്കെ, അപ്പോൾ പഞ്ചായത്ത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ദെൻ അഗ്രികൾച്ചർ അല്ലേ കൃഷിയുടെ കാര്യത്തിൽ, ദെൻ അനിമൽ വെൽഫെയർ മൃഗങ്ങളുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന്, ദെൻ വാട്ടർ സപ്ലൈ, റോഡ്, ദെൻ കോട്ടേജ് ഇൻഡസ്ട്രീസ്, ദാറ്റ് മീൻസ് കുടിൽ വ്യവസായങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ട്. യു വിൽ ലേൺ മോർ അബൌട്ട് ദെയർ ഫങ്ഷൻസ് ലേറ്റർ ഇൻ ദിസ് ചാപ്റ്റർ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാനം ഡിസ്കസ് ചെയ്യാം. ടു ഡു ദെയർ വർക്ക് ദ പഞ്ചായത്ത് നീഡ് മണി. ഈ കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷൻ ആവട്ടെ, ആനിമൽ വെൽഫെയർ ആവട്ടെ, അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ, ഇതിനെല്ലാം പഞ്ചായത്തിന് എന്താവശ്യമാണ്? ദെയർ നീഡ് മണി. ദേ ഗെറ്റ് സം ഫ്രം ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. അവർക്ക് എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന്. ദേ ഓൾസോ റേസ് മണി ഫ്രം ടാക്സസ് ഓൺ പ്രോപ്പർട്ടി, ഫെയേഴ്സ് എക്സെട്ര ആൻഡ് ഫ്രം രജിസ്ട്രേഷൻ ഫീസ് ഫോർ ദ സെയിൽ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് കാറ്റിൽ. ഇനി ഒന്നെന്താണ്? രജിസ്ട്രേഷൻ ഫീ അല്ലേ, നമുക്കറിയാം പ്രോപ്പർട്ടിയൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ, രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ പ്രോപ്പർട്ടിക്കും അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇത്ര എമൗണ്ട് എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ഫീ ആയിട്ട് കൊടുക്കണം. അതൊക്കെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വരുമാനമാണെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊന്ന് എന്താ പറഞ്ഞിട്ടുള്ളത്? ടാക്സസ് ഓൺ പ്രോപ്പർട്ടി, ഓരോ പ്രോപ്പർട്ടിക്കും ഇമ്പോസ് ചെയ്യുന്ന ടാക്സ്, അതിന് വരുന്ന ഫെയർ, അതെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യും. നൗ ദാറ്റ് യു നോ in general how the panchayat are formed, their functions and sources of income, let us learn a bit more about the panchayat at the 3 level. നമുക്ക് നോക്കാം ഇനി പഞ്ചായത്തിന് എവിടെ നിന്നാണ് അല്ലെങ്കിൽ
എങ്ങനെ പഞ്ചായത്ത് ഫോം ചെയ്യണത്, എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്, എന്താണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ഇൻകം, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് മെയിൻലി 3 ലെവൽ. അപ്പോൾ പഞ്ചായത്ത് അറ്റ് ദ 3 ലെവൽ ഹിയർ ഈസ് പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ് ലെവൽ, ദെൻ ബ്ലോക്ക് സമിതി, ജില്ലാ പരിഷത്ത്. ഫസ്റ്റ്ലി വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ് ലെവൽ എങ്ങനെയാണ്. അപ്പോൾ 3 തരത്തിലാണെന്ന് പറഞ്ഞു നമ്മൾ പഞ്ചായത്ത്. അപ്പോൾ ആദ്യം വില്ലേജ് ലെവലിലാണെന്ന് പറഞ്ഞു അല്ലേ, മറ്റൊന്ന് എന്താണ് ബ്ലോക്കാണ്, ദെൻ ജില്ലാ പരിഷത്ത്. അപ്പോൾ നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ് ലെവൽ. Okay, here is Panchayat at the village level. Okay, the village Panchayat consists of the Gram Sabha, Grama Panchayat, Nyaya Panchayat. What are mainly included? Gram Sabha. Then here is ഗ്രാം പഞ്ചായത്ത്, ഗ്രാമസഭയുണ്ട്, ഗ്രാമപഞ്ചായത്തുണ്ട്, ന്യായ പഞ്ചായത്ത്. ഗ്രാമസഭ, ഗ്രാമപഞ്ചായത്ത്, ന്യായ പഞ്ചായത്ത്. ഓക്കെ, ഫസ്റ്റ്ലി ഗ്രാമപഞ്ചായത്ത്. Grama Panchayat takes decision. Firstly we want to discuss about Gram Sabha. Every village above the age of 18 whose name is on the voters list is a member of Gram Sabha. അതല്ലേ, 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടായിരിക്കും. അദ്ദേഹം ഗ്രാമസഭയിലെ ഒരു മെമ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഗ്രാമസഭയിലെ മെമ്പറാകുന്നത്? എവരി വില്ലേജർ എബവ് ദ ഏജ് ഓഫ് 18 ഹൂസ് നെയിം ഈസ് ഓൺ ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഈസ് എ മെമ്പർ ഓഫ് ദ ഗ്രാമസഭ. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ളവർ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള മെമ്പറാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഗ്രാമസഭയിലെ ഒരു മെമ്പറായിരിക്കും. ദ ഗ്രാമസഭ എലക്ട് ദ മെമ്പേഴ്സ് ആൻഡ് ദ ഹെഡ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത്. അല്ലേ, ഗ്രാമസഭ എലക്ട് ദ മെമ്പേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമസഭ എന്ത് ചെയ്യുന്നുണ്ട്? മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ ഗ്രാമപഞ്ചായത്തിനെയും എലക്ട് ചെയ്യുന്നുണ്ട്. ദ ഗ്രാമസഭ റിവ്യൂ ദ വർക്ക് ആൻഡ് അക്കൗണ്ട് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത്. അല്ലേ, എന്തൊക്കെ വർക്കുകളാണെന്നുള്ള അതിൻ്റെ ഒരു റിവ്യൂ, എന്തൊക്കെയാണ് ഗ്രാമസഭയിലൂടെ നടപ്പിൽ വരുത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗ്രാമസഭ കൂടാറുണ്ട്. ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ റിമൂവ് കറപ്റ്റ് ഓർ ഇൻഎഫിഷ്യൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഈ ഗ്രാമസഭ കൂടുന്നതിലൂടെ അഴിമതികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, അത് അപ്പം കറക്റ്റ് എന്നതിൽ അത് ഒഴിവാക്കാനും, ഓർ ഇൻഎഫിഷ്യൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിൽ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അല്ലേ, കാര്യക്ഷമത ഇല്ലാത്തവരല്ലേ, കഴിവ് കെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യുന്നതിനൊക്കെ ഗ്രാമസഭ ഹെൽപ്ഫുള്ളാണ്. In this way, the Gram Sabha allow all adult villagers a say in the decision that affect their lives. അതുകൊണ്ട് തന്നെ അഡൾട്ട് പേഴ്സൺ, പ്രായപൂർത്തിയായവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വില്ലേജേഴ്സിനും പങ്കെടുക്കാവുന്നതാണ് ഗ്രാമസഭ. ദെൻ നെക്സ്റ്റ് ഹിയർ ഈസ് ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഗ്രാമസഭ ക്ലിയർ ആയോ? 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവരൊക്കെ ഗ്രാമസഭയിലെ മെമ്പേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ഗ്രാമപഞ്ചായത്ത്. ദ ഗ്രാമപഞ്ചായത്ത് ടേക്സ് ഡിസിഷൻ ആൻഡ് ഓർഗനൈസസ് ദ വർക്ക് ഓഫ് ദ പഞ്ചായത്ത്. പഞ്ചായത്തിൻ്റെ വർക്കുകളും അതുപോലെ അവരുടെ സംഘടനകൾ അതിനെക്കുറിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഗ്രാമപഞ്ചായത്ത്. It consists of members elected by the Gramasabha. അപ്പോൾ എന്താണ്, അതിലാരാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? ഗ്രാമസഭയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള മെമ്പേഴ്സ്. The Mukhya, who is also elected by the Gram Sabha, is the head of the ഗ്രാമപഞ്ചായത്ത്. മുഖ്യ എന്നുള്ളതായിരിക്കും, അതായത് ഗ്രാമസഭയിൽ ഹെഡായിട്ട് എലക്ട് ചെയ്തിട്ടുള്ളത് അത് തന്നെയായിരിക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെഡ്. ഹു ഈസ് എലക്റ്റഡ് ബൈ ദ ഗ്രാമസഭ ഈസ് ദ ഹെഡ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെഡായിട്ട് എലക്ട് ചെയ്യുന്നത് മുഖ്യയാണ്, അത് ഗ്രാമസഭയിലുള്ള മെമ്പറായിരിക്കും. The Grama Panchayat looks after agriculture, small industries, irrigation, drinking water supply, housing, education, health care,
ആൻഡ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഇൻ ദ വില്ലേജസ്. അപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തായിരിക്കും എന്തിനെക്കുറിച്ചൊക്കെ നോക്കുന്നത്? ലുക്ക് ആഫ്റ്റർ അഗ്രികൾച്ചർ അല്ലേ, കൃഷിയുടെ കാര്യങ്ങളെക്കുറിച്ച്, സ്മോൾ ഇൻഡസ്ട്രീസ് ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച്, ദെൻ ഇറിഗേഷൻ ജലസേചന സൗകര്യത്തെക്കുറിച്ച്, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ അല്ലേ കുടിവെള്ള പദ്ധതിയെക്കുറിച്ച്, ദെൻ ഹൗസിങ് അല്ലേ വീടുകളൊക്കെ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പുതിയ വീടൊക്കെ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ദെൻ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള എന്താണെന്നുള്ളത്, ഹെൽത്ത് കെയർ അല്ലേ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ആൻഡ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഇൻ ദ വില്ലേജ് അല്ലേ ഗ്രാമങ്ങളിലുള്ള പാലങ്ങളും റോഡുകളൊക്കെ പണി കഴിപ്പിക്കുന്നതിനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന്. ഇറ്റ് റെക്കോർഡ്സ് ബർത്ത് ആൻഡ് ഡെത്ത്. പിന്നെ എന്തായിരിക്കും പഞ്ചായത്തിൽ ബർത്തും ഡെത്തൊക്കെ അല്ലേ, ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിലും ഒരു കുട്ടി അല്ലെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിലും അതും അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് മേ ഓൾസോ സെറ്റപ്പ് മാർക്കറ്റ്. പിന്നെ എന്തായിരിക്കും ഒരു മാർക്കറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഓർഗനൈസ് ഫെയേഴ്സ് ആൻഡ് സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് അല്ലേ, പല പഞ്ചായത്തിൻ്റെതായ പരിപാടികൾ ഉണ്ടായിരിക്കും അല്ലെ, കാർഷിക മേളകൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ആൻഡ് സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ദെൻ ആൻഡ് മെയിൻറ്റെയിൻ റേഡിയോ ആൻഡ് TV സെറ്റ്സ് ഫോർ ദ കമ്മ്യൂണിറ്റി. പിന്നെന്തായിരിക്കും റേഡിയോയും അതുപോലെ തന്നെ TV സെറ്റൊക്കെ കമ്മ്യൂണിറ്റി ആ സമുദായത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നതിന് വേണ്ടിയിട്ട് അതും മെയിൻറ്റെയിൻ ചെയ്യും. Then we want to discuss about ന്യായ പഞ്ചായത്ത്. What is the next one? ന്യായ പഞ്ചായത്ത്. അപ്പോൾ here is mainly included 3. The first one is the gram sabha, the second one grama panchayat. Then we discussed here is or we want to discuss the ന്യായ പഞ്ചായത്ത്. Okay. Then ന്യായ പഞ്ചായത്ത് is the village court. What is ന്യായ പഞ്ചായത്ത്? വില്ലേജ് കോർട്ടാണ്, ഗ്രാമത്തിലെ ഒരു കോടതിയാണ് അല്ലെ, അവരുടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിയർ ഈസ് യൂസ്ഡ് ന്യായ പഞ്ചായത്ത്. ഇറ്റ്സ് മെമ്പേഴ്സ് ആർ കാൾഡ് പാഞ്ച് ആൻഡ് ഇറ്റ് ഈസ് ഹെഡഡ് ബൈ സാർപാഞ്ച്. ഇതിലെ മെമ്പേഴ്സിന് പാഞ്ച് എന്നാണ് പറയുന്നത്, അതിന് നേതൃത്വം നൽകുന്നതിൽ ഹെഡഡ് ആയിട്ടുള്ളത് സാർപാഞ്ചാണ്. ദേ ആർ എലക്റ്റഡ് ബൈ ദ ഗ്രാമസഭ. അവരെയും എലക്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഗ്രാമസഭയാണ്. ദെൻ ദ ന്യായ പഞ്ചായത്ത് ഹിയേഴ്സ് ആൻഡ് ഡിസൈഡ് മൈനർ കേസസ് അല്ലേ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ന്യായ പഞ്ചായത്താണ് അത് കേൾക്കുന്നതും അത് ഡിസൈഡ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കുന്നത്. ഇറ്റ് ക്യാൻ ഫൈൻ ആൻഡ് പണിഷ് ദ ഗിൽറ്റി വിത്തിൻ ദ സർട്ടൻ ലിമിറ്റ്സ് അല്ലേ, കുറ്റക്കാരനാണെങ്കിൽ ചെറിയ തോതിൽ ഫൈൻ ഇമ്പോസ് ചെയ്യാനും അവർക്ക് പണിഷ്മെൻറ്റ് ശിക്ഷ നൽകാനൊക്കെ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് വില്ലേജേഴ്സ് ടു ഗെറ്റ് സ്പീഡി ജസ്റ്റിസ് അറ്റ് വെരി ലിറ്റിൽ കോസ്റ്റ് അല്ലേ, വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ഒരു ചിലവുമില്ലാതെ അല്ലെങ്കിൽ അവർക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് എന്താണ് വില്ലേജിൽ നിന്ന് അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ന്യായ പഞ്ചായത്തിൽ നിന്ന് അതിന് തീരുമാനമായി വരും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ ഹിയർ Panchayat at the village level, firstly we discuss about here is village level 3, that is Gram Sabha, then Gram Panchayat and also Nyaya Panchayat. Okay, here we discussed is important. Then block samiti. What is the panchayat? Then another thing is the block samiti. But then we want to discuss about block samiti. പിന്നെ എന്തിനെ കുറിച്ചാണ് പഞ്ചായത്തിൽ നമുക്കറിയാം, അടുത്തതായിട്ട് ബ്ലോക്ക് ആണ്. അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് ദ ബ്ലോക്ക് സമിതി. States with a population of more than 20 lakh have block samiti. Okay, with a population of more than 20 lakh have block samiti അല്ലേ, 20 ലക്ഷത്തിലധികം ഉണ്ടെങ്കിൽ അതാണ് ബ്ലോക്ക് സമിതിയിലുള്ളത്. മെമ്പേഴ്സ് ഓഫ് എ ബ്ലോക്ക് സമിതി ആർ എലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഓഫ് ദ ബ്ലോക്ക്. ബ്ലോക്കിലുള്ളവരാണ് ആ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത്. ദ ബ്ലോക്ക് സമിതി ഓൾസോ ഹാവ് സം എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ബ്ലോക്ക് സമിതിയിലും എന്തുണ്ട്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ദ മെമ്പേഴ്സ് ഓഫ് ദ ബ്ലോക്ക് സമിതി എലക്ട് എ ചെയർപേഴ്സൺ കാൾഡ് പ്രമുഖ് അല്ലേ, അതിൽ ബ്ലോക്ക് സമിതിയിൽ എന്താണ് ഒരു മെമ്പറിനെ എലക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കാൾഡ് പ്രമുഖ് ആൻഡ് എ വൈസ് ചെയർപേഴ്സൺ കാൾഡ് അപ്രമുഖ്. ഓക്കെ, പ്രമുഖ ആൻഡ് അപ്രമുഖ് ഫ്രം എമംഗ് ദംസെൽസ്. അവർക്കിടയിൽ നിന്ന് തന്നെ ആ മെമ്പേഴ്സിൽ നിന്ന് തന്നെ ഒരു ചെയർപേഴ്സണെ എലക്ട് ചെയ്യും, പിന്നെ ഒരു വൈസ് ചെയർപേഴ്സണെയും എലക്ട് ചെയ്യും. The block samiti supervises the work of the ഗ്രാമപഞ്ചായത്ത് within the block. അപ്പോൾ ബ്ലോക്ക് സമിതിയാണ് ഗ്രാമപഞ്ചായത്തിലെ വർക്കുകളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് ബ്ലോക്ക് സമിതിയാണ്. ഇറ്റ് ഓൾസോ ലുക്സ് ഹിയർ ഈസ് ഇറ്റ് ഓൾസോ ലുക്സ് ആഫ്റ്റർ ഡെവലപ്മെൻറ്റ് വർക്ക് ഇൻ ദ ബ്ലോക്ക്
അപ്പം പഞ്ചായത്തിനെ സൂപ്പർവൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്ലോക്കിലുള്ള ഡെവലപ്മെൻറ്റൽ വർക്കുകളൊക്കെ ചെയ്യുന്നതും ഇത് തന്നെയാണ്, ബ്ലോക്ക് സമിതി തന്നെയാണ്. It arranges for primary and adult education, health care and vaccination, safe drinking water and sewerage and seeds and fertilizers for farmers. അപ്പോൾ ഇതെന്തൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നത്? പ്രൈമറി ആൻഡ് അഡൾട്ട് എഡ്യൂക്കേഷൻ അല്ലേ, കുട്ടികൾക്ക് എന്താ പറയണ്ട പ്രൈമറി എഡ്യൂക്കേഷൻ തൊട്ടിട്ട് അഡൾട്ട് എഡ്യൂക്കേഷൻ വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഹെൽത്ത് കെയർ ആൻഡ് വാക്സിനേഷൻ, ആരോഗ്യ സംരക്ഷണം, അതുപോലെ കുത്തിവെപ്പുകളൊക്കെ നടത്തുന്നതിന് ബ്ലോക്കിൽ നിന്നാണ്. പിന്നെ സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സീവറേജ് അല്ലേ, ശുദ്ധജലം കൊടുക്കുന്നതിന് അല്ലെ പിന്നെന്താ മലിനമായ അവസ്ഥയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ശുദ്ധജലം, അതായത് കുടിവെള്ള പദ്ധതി അല്ലേ, ശുദ്ധജല കുടിവെള്ള പദ്ധതി. ആൻഡ് സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഫോർ ഫാമേഴ്സ്, കർഷകർക്ക് എന്താണ് വിത്തും അതുപോലെ തന്നെ വളങ്ങളൊക്കെ നൽകുക. ഇറ്റ് പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രി ആൻഡ് അറേഞ്ചസ് ഫോർ ട്രെയിനിങ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. പിന്നെ എന്തിനാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്? കോട്ടേജ് ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അറേഞ്ചസ് ഫോർ ട്രെയിനിങ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് അല്ലേ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെ സ്വയം തൊഴിലിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ ബ്ലോക്ക് വഴി അല്ലേ. നമ്മൾ തയ്യൽ പരിശീലനം അല്ലേ, തയ്യൽ പരിശീലനം ഉണ്ടാവില്ലേ, കമ്പ്യൂട്ടർ ഫ്രീ ആയിട്ട് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള തൊഴിലവസര കോഴ്സുകൾ അല്ലെ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി വായ്പകൾ നൽകി അല്ലെങ്കിൽ അവിടെ നിന്ന് ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്തിലൂടെ? ബ്ലോക്കിലൂടെ. നെക്സ്റ്റ് വൺ ശിലാ പരിഷത്ത്. ദ പീപ്പിൾ ഓഫ് എ ഡിസ്ട്രിക്ട് എലക്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ ശിലാ പരിഷത്ത്. ശിലാ പരിഷത്ത് ഓൾസോ ഹാസ് സം എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. അപ്പം ഇതിലും എന്തുണ്ട്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. ശിലാ പരിഷത്തിലും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. ദെൻ ദ ശിലാ പരിഷത്ത് ഓൾസോ ഹാസ് സം എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഇറ്റ് ഹാസ് എ പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്. ശിലാ പരിഷത്തിലാണ് എന്തുള്ളത്? പ്രസിഡൻറ്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റും ഉള്ളത്. ഹു ആർ എലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഫ്രം എമംഗ് ദംസെൽസ്. അവരിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ഉള്ളത് ശിലാ പരിഷത്തിലാണ്. ശിലാ പരിഷത്ത് സൂപ്പർവൈസസ് ദ വർക്ക് ഓഫ് ദ ബ്ലോക്ക് സമിതി ആൻഡ് ഗ്രാമപഞ്ചായത്ത് അണ്ടർ ഇറ്റ്. ശിലാ പരിഷത്താണ് ബ്ലോക്ക് സമിതിയുടെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നത് ബ്ലോക്ക് സമിതിയാണെന്ന് പറഞ്ഞു. ഇനി പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും വർക്കുകൾ സൂപ്പർവൈസ് ചെയ്യുന്നതാണ് ശിലാ പരിഷത്ത്. ഇറ്റ് എക്സാമിൻ ദ ബജറ്റ് ഓഫ് ദ ബ്ലോക്ക് സമിതി ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഗവൺമെൻറ് ഫണ്ട് എമംഗ് ദം. അപ്പോൾ ശിലാപരിഷത്തിൽ നിന്നാണ് ബജറ്റിനനുസരിച്ച് ഗവൺമെൻറ് എത്രയാണ് ഓരോ പഞ്ചായത്തിനും അല്ലെങ്കിൽ ഒരു ബ്ലോക്കിലേക്കും വകവരുത്തിയിട്ടുള്ളത്, എത്ര എമൗണ്ടാണ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നത് ശിലാപരിഷത്താണ്. ഇറ്റ് അഡ്വൈസസ് ദ ഗവൺമെൻറ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഡിസ്ട്രിക്ട് ആൻഡ് പ്രിപ്പയർ പ്ലാൻസ് ഫോർ ഇറ്റ്. ഇവരാണ് ഗവൺമെൻറ്റിനോട് അഡ്വൈസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ അറിയിക്കുന്നത് ഓരോ ബ്ലോക്കിൽ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏരിയയിൽ ഇത്ര വികസനങ്ങൾ ഉണ്ടാക്കണം, അതിനുവേണ്ടി ഇത്ര ഫണ്ട് അനുവദിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിനെ അറിയിക്കുന്നത് ശിലാപരിഷത്താണ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? all of you listen here, it is very very important, especially in our case. നമ്മുടെ കാര്യത്തിൽ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അല്ലേ. ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റികളൊക്കെ ഗവൺ ചെയ്യുക, പ്രത്യേകിച്ച് നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ട് അറിയേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ്ലി വി ഡിസ്കസ് അബൌട്ട് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ദെൻ വി ഡിസ്കസ് അബൌട്ട് പഞ്ചായത്തി രാജ്. പഞ്ചായത്തി രാജിലാണ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? പഞ്ചായത്ത്, അതുപോലെ തന്നെ ബ്ലോക്ക് ആൻഡ് ഓൾസോ ശിലാ പരിഷത്ത്. Then we discuss about panchayat at the village level. There is included Gram Sabha, Grama Panchayat and Nyaya Panchayat. Then we discuss about Block Samiti. Finally, we discussed the Shila Parishad. Okay, is it clear? Shila Parishad also we completed. Okay, all of you read your textbook very carefully, otherwise you have no idea about this topic. It is very very important. Read your textbook and also find the important question answers from this topic. To be continued on next class. Thank you children.